അമ്മോ ആരാത്? കുട്ടിമാവേ, ആരും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ഇവിടെങ്കിലും ഇത്തിരി സ്വരം തന്നൂടെ എനിക്ക്? സ്വൈരം കെടുത്താൻ വന്നതല്ല, ഒരു അത്യാവശ്യം വന്നതുകൊണ്ട്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ. വരരുതെന്നും ഉപദ്രവിക്കരുതെന്നും ഒക്കെ കരുതിയതാ. പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരു അവസരം വന്നു, ഉപദ്രവിക്കേണ്ടി വന്നു എന്ന് വെച്ചോളൂ. എന്താ ഇപ്പൊ അത്ര വലിയ ആനക്കാര്യം? ഇന്നലെ രാവിലെ മുതൽ അമ്മൂനിയും കുട്ടിയും കാണാനില്ല. നന്ദാ കാണാനില്ല. മാഷ് ആളയച്ചിരുന്നു, ഒരു വിവരവുമില്ല. മുന്നിൽ ഇനി കണ്ടുപോരെന്ന് പറഞ്ഞ് ആട്ടിയിറക്കിയതല്ലേ എന്നെ. ഇനി അവരായി അവരുടെ പാടായി. അപ്പോഴത്തെ വിഷമം കൊണ്ട് ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് അത് ഇപ്പോഴും മനസ്സ് കൊണ്ട് നടക്കണോ? അപ്പോഴത്തെ വിഷമം അതും അവർക്കൊക്കെ. എനിക്കൊന്നുമില്ല, എന്റെ മനസ്സ് കല്ലാണല്ലോ. ഇപ്പോഴത്തെ എന്റെ മട്ട് കണ്ടിട്ട് അതന്നെയാ തോന്നണേ. ഇത്രയും ദൂരത്ത് ഞാൻ ഓടി വന്ന് തന്റെ സഹായം ഉണ്ടാവിച്ചിട്ടാ. വിവരം അറിയിക്കാനാണെങ്കിൽ കത്തെഴുതിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്പി. സഹായിച്ച് ഞാനിങ്ങനെയായി. എല്ലാ കുറ്റവും നന്ദന്റെ, എല്ലാ തെറ്റും നന്ദന്റെ, എല്ലാ ശാപവും നന്ദന്. അമ്മു വീടോട്ട് ഇറങ്ങിപ്പോവാനും കാരണം ഞാനാവുന്നാവൂ. നീ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടേക്ക് ഓടാനാ? വയ്യാണ്ട് കിടക്കണ മാഷാ പിന്നെയുള്ളത്. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, ഇനി തിരയാത്ത ഒരു സ്ഥലവുമില്ല എന്ന് വെച്ചാൽ അത് മതിയെന്നോ? പിന്നെ ഞാൻ എന്താ ചെയ്യാ? എല്ലാവരും ഉപേക്ഷിച്ച് പോന്ന സമാധാനം കിട്ടും തോന്നുന്നുണ്ടോ നന്ദന്? ഉപേക്ഷിച്ചത് ഞാനല്ല, അവരാ. ഇടികത്തിണ്ണയിലോ പ്ലാറ്റ്ഫോമിലോ ഉറങ്ങുകയും റോട്ടിലൊക്കെ അലഞ്ഞിരുന്ന് നടക്കുകയും ചെയ്യാവൂ അമ്മൂന്ന് അറിഞ്ഞാലും, കൊച്ചുകുട്ടിയെ കൊണ്ട് വിശന്ന് വലഞ്ഞ് എച്ചിലും തിന്ന് നടക്കാവൂന്ന് അറിഞ്ഞാലും, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു എന്നറിഞ്ഞാലും, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ... മതി, നിർത്ത്. കഴുതേ വിവരമില്ലാത്തവളെ. ഇനി പൂജയുടെയും കൊട്ടിന്റെ ഇടയിൽ നിന്റെ ഇടപെടലൊന്നും വേണ്ടാട്ടോ. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഭഗവതി പറയണു ഞാൻ കൊട്ടണു. ഭഗവതി അല്ല, ഗന്ധർവ പൂജ അവിടെ നടക്കണേ. വാചാരായം കുടിച്ച് കൊട്ടുമ്പളേ അങ്ങനെ പലതും തോന്നും. ഞാൻ കുടിച്ചാൽ നിനക്കെന്താടി? ഭഗവതി പറയണു ഞാൻ കുടിക്കണു. രണ്ടാളും കൂടി പിന്നല്ലാണ്ട്. നാക്കില് നാലെണ്ണം കൂടി വേണം. ഈ കോണശീല പോലത്തെ സാധനമല്ല, ഇത്തിരി വലുതേ വലുത്. ഇന്നത്തോടെ 20 പൂജ തികഞ്ഞു അല്ലേ പരമാ? അല്ല 21. അല്ല 20. മൂത്താരെ എന്നെ കണക്ക് പഠിപ്പിക്കണ്ട. കഴിഞ്ഞ 20 പൂജയ്ക്കും കൊട്ടിയത് ഈ പരമനാ. എന്താ ആയില്ലേ ഇതുവരെ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നാൽ എങ്ങനെയാ ശേഖര? ഇവിടെയൊക്കെ റെഡിയായെടുത്തി. എന്റെ ഗന്ധർവന്മാരെ, അമ്മുവിന്റെ എല്ലാ അസുഖവും ഭേദാക്കി തരണേ. ഗന്ധർവന്മാര് പ്രസാദിച്ചിരിക്കണു തമ്പുരാട്ടി. ധൈര്യമായിട്ടിരുന്നോളൂ. അമ്മുക്കുട്ടിയെ വിളിക്കുക. അതിന് ആ കുട്ടി എവിടെ? നിങ്ങൾ പത്രക്കാർക്ക് വേണമല്ലോ ഇതൊക്കെ വിവാദം ഉണ്ടാക്കാൻ. മനുഷ്യന് ഗുണമുള്ള നല്ല കാര്യങ്ങൾ എഴുതാൻ സ്ഥലവും ഇല്ല, നേരവും ഇല്ല, അല്ലേ? മിനിസ്റ്റർക്കുള്ള ഫയലിൽ IAS കാരൻ കാർട്ടൂൺ മറിച്ച് വിവാദാക്ക്. മിനിസ്റ്ററിന്റെ കസേര തെറിപ്പിക്കട്ടെ. ക്യാൻവാസും ബ്രഷും പെയിന്റും ഉള്ളിടത്തോളം കാലം നന്ദഗോപാലൻ സുഖമായിട്ട് ജീവിക്കും. മനസ്സിലായോ? മന്ത്രിയാണ് സാർ ഇത് പറഞ്ഞുണ്ടാക്കിയത്. മന്ത്രി എന്ത് പറഞ്ഞുണ്ടാക്കിയാലും അമ്മൂനെ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. പൂജയ്ക്ക് നേരായി. വല്യമ്മ ഇങ്ങനെ ശ്രദ്ധിക്കാഞ്ഞാലോ? സുഖമില്ലാത്ത കുട്ടിയല്ലേ അവള്? കുട്ടിമാമ എവിടെ? അമ്മോ, അമ്മോ, എവിടെ പോയി കിടക്കുക ഈ കുട്ടി?
ഏറ്റവും വലിയ മൃഗം രാജ്ഞിക്കുള്ളതാ. നമ്മുടെ വലയില് ഒരു മൃഗം വീണു. ഏത് മൃഗം മിന്നു? അമ്മോ ഏത് നേരത്തും അമ്മോ എന്നെ ഇറക്കി വിടാൻ പറയും മറ്റങ്ങളോട്. കുട്ടിയമ്മ എന്തിനാ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വന്നത്? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വന്നല്ല, ഇത് എന്റെ ഇടയ്ക്ക് വന്നതാണ്. ചുമരേടി, ഞാൻ വെള്ളച്ചിരി ആട്ടുംകുട്ടിയെ പിടിക്കാൻ ഒരു സൂത്രം ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ആട്ടുകുട്ടിയെ പിടിക്കുക? വെറുതെ ഒരു തമാശക്ക്. എന്നോടാണ് തമാശ കാണിക്കണേ. ഇറക്കി വിടാൻ. ഇറക്കാം. ഒക്കെ വീട്ടിലേക്ക് വേഷങ്ങള്. ആഹാ, അമ്മുക്കുട്ടിയുടെ കുട്ടികളായിട്ട് കളിച്ചു നിൽക്കുക. വരൂ, പൂജക്കുള്ള സമയായി. വേഗം വന്ന് കുളിച്ചൊരുങ്ങാൻ നോക്കൂ. വരൂ കുട്ടിയമ്മ, വരട്ടെ. ഓ വേഗം. കുറത്തി പറഞ്ഞ ചേല ഒരിക്കൽ ശീലം തന്നെങ്കിൽ ഒരിക്കൽ ശീലം ആകാം. ഇങ്ങോട്ട് വാ അമ്മു. വേണ്ട വല്യമ്മേ, വേടാട്ടെ. എന്നാ വല്യമ്മ ഇവിടെ നിക്കണം. എനിക്ക് പേടിയാ. കുളിക്കാൻ എന്താ പേടിക്കാൻ? പേടിയാ. ഇവിടെ നിക്കണം. നിക്കാം. വല്യമ്മ ഇവിടെ നിക്കണുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്തേലും ഒരു ഒച്ച ഉണ്ടാക്കോ? ഞാൻ ഇവിടെ നിക്കണുണ്ട കുട്ടി. വല്യമ്മ ഒരു പാട്ട് പാടണം. അപ്പൊ എനിക്കറിയാലോ വല്യമ്മ പുറത്ത് നിക്കണ്ടെന്ന്. എന്നെ കൊണ്ട് പാട്ട് പാടാനൊന്നും വയ്യ. പാടണം, അല്ലെങ്കിലേ ഞാനിപ്പൊ പുറത്തു വരും. ഓമനത്തിങ്കൾ കീടാവോ നല്ല കോമല താമര പൂവോ പൂവിൽ നിറഞ്ഞ. കണ്ടു, കുളിക്കുന്നുണ്ട്. വെള്ളച്ചിയുടെ കുട്ടികളുടെ കൂടെ തൊടിയിൽ കളിക്കായിരുന്നു. ശേഖരൻ കണ്ടുപിടിച്ചു തുടങ്ങാ. ഞാനൊന്ന് പേടിച്ചു. ഓമന വല്യമ്മ ഇവിടെ നിന്നല്ല എങ്ങനെ പറയും വിളക്കം കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടു. അശ്ശോ, ഞാനത് മറന്നു. നിർത്തിയോ? ആള് മാറിയോ? എന്താ ഇത്? വല്യമ്മ എവിടെ പോണു? അപ്പുറത്ത് ഇത്തിരി ജോലിയുണ്ട്. ഇവിടെ നിക്കണെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇവിടെ നിന്ന് അവിടുത്തെ കാര്യം ആരാ നോക്ക? വേഗം കുളിച്ചു വാ. അതിനുള്ളിൽ എനിക്ക് പേടിയാ നന്ദാ. ആ കുറുപ്പ് കാത്തു നിൽക്കുക. നീ ചെന്നിട്ട് വേണം പൂജ തുടങ്ങാൻ. ഇത്തിരി നിക്കട്ടെ അയാള്. ഇത്തിരി നിക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇത്തിരി നിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത്തിരി നിക്കട്ടെ തന്നെ. അയാളുടെ ഒരു പൂജയും മന്ത്രവും കോമാളി. ഒക്കെ എന്റെ മോക്ക് വേണ്ടിയല്ലേ? മോക്ക് വേണ്ടി അത്രേ. അയാളുടെ പാട്ട് കേൾക്കുമ്പോ എനിക്ക് കലി വരും. എന്നാ നീ ഒന്ന് കുളിച്ചു വാ. ഇന്ന് പാട്ട് വേണ്ടെന്ന് പറയാം. ശരി, എന്നാ നന്ദൻ പാടുവോ? പാട്ട് പാടാൻ ടൈപ്പം. വേഗം പാട് നന്ദാ, എന്നിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ തുടങ്ങാൻ. പാട്ട് പാടുണ്ടോ അതോ? നീ പോയി കുളിക്കും. പാട് നന്ദാ. പാടാം. എന്നാ നല്ല കുട്ടിയായിട്ട് അവിടെ ഒന്ന് പാടുവോ? എപ്പോഴും പാടാറുള്ള പാട്ടില്ലേ, എന്നെ കളിയാക്കണ പാട്ട്? അത് തന്നെ. 1985 ഫസ്റ്റ് പ്രോജക്ട് തുടങ്ങിയപ്പോ എഞ്ചിനീയേഴ്സ് ആണ് ഡിലേ വരുത്തിയത്. One thing I want to make clear in the beginning. I want this project commissioned latest by January. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോ now. എനിക്ക് എന്താണോ പോവാൻ പറ്റില്ല എന്ന് കോൺഫറൻസ് നടക്കാൻ പറഞ്ഞില്ലേ? ഇത് എന്തൊരു കുരിശായത്. ഇങ്ങോട്ട് വരാൻ. അയ്യോ നന്ദഗോപാല, അയ്യോയ്യോയ്യോ, ഒരു കാര്യം പറഞ്ഞ അത് അപ്പൊ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയണം. തിരക്കാണ്, വരണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. കല്യാണക്കാരിയാണേ. അതെ, ഈ ആടെ അച്ഛനാ എനിക്ക് മാസ്റ്ററുടെ ജോലി മേടിച്ചു തന്നത്. ആ ഒരു കടപ്പാട് എനിക്കുണ്ട്. അല്ലാതെ ബെല്ലാൽ കമ്മീഷൻ മോഹിച്ചിട്ടൊന്നുമല്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ പറയാം. പിന്നെ പറയാം. ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞത്? ഇതെന്താ എന്റെ കല്യാണക്കാരിയാണോ? നന്ദന്റെ പെങ്ങടെ കല്യാണക്കാരിയല്ലേ? ഇതെന്തൊരു കഷ്ടം. അയ്യോയ്യോയ്യോ. ആലോചനകൾ പലതും വന്നു അവൾക്ക്. എല്ലാവർക്കും സ്വത്തും പണം എത്ര ഉണ്ടെന്നാ നോട്ടം. ഈ വീട് ആർക്കുള്ളതാണ്, എത്ര പവന്റെ പണ്ടുണ്ടാവും, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്റെ പെങ്ങളെ പറഞ്ഞയക്കാനെങ്കിൽ തൽക്കാലം ഉദ്ദേശമില്ല. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള ആളല്ല നന്ദഗോപാല. പന്നിയുടെ രാഘവ മാഷ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. പരമസാത്വികൻ. താണിശ്ശേരി സ്കൂളിൽ ഹെഡ് മാഷായിരുന്നു. ഇക്കൊല്ലം റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത കിഴവന്മാരെ കൊണ്ടാണോ കല്യാണം ആലോചിക്കണത്? എന്താ പൂച്ച? ഞാൻ എന്താ തന്നെ പോലെ വിട്ടിയാണോ ദമയന്തി ശേഖര? അതെ, മാഷയുടെ മകൻ MA കാരന്. തൽക്കാലം ഒരു ചെറിയ പാരലൽ കോളേജിലാണ് ജോലി. വേറൊരു പ്രൈവറ്റ് കോളേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 4 മാസത്തിനുള്ളിൽ കിട്ടും. ജോലിയല്ല പ്രധാനം, പയ്യന്റെ സ്വഭാവം, വിദ്യാഭ്യാസം. മറ്റൊരു അട്രാക്ഷൻ കൂടിയുണ്ട്. പയ്യനൊരു ചേച്ചിയുണ്ട്, സുന്ദരി, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി. നന്ദന് തിരിച്ചു ആലോചിക്കാം. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നോട്ടെ, എന്നാലും പയ്യനൊന്ന് കാണാലോ. അതിപ്പോ വെറുതെ ഒരാളെ ചെന്ന് കാണുന്ന വെച്ചാ? വെറുതെ കണ്ടാ മതി, കല്യാണം വെച്ചിട്ട് കാണണ്ട. ഈ മാറ്റക്കല്യാണം എന്നൊക്കെ വെച്ചാ കുഴപ്പം പിടിച്ച ഏർപ്പാടല്ലേ എന്റെ പൂച്ചേ? പിന്നെയും വിളിച്ചു. അത് തന്നെ, കുഴപ്പങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയില്. രാഘവും മാഷയും കുട്ടിയോളും എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ നന്ദഗോപാലിനെയും പെങ്ങളെയും എനിക്ക് നന്നായിട്ടറിയാം. 2 കുടുംബങ്ങളും ഒന്നാവുകയാണ്. ശുഭം സുന്ദരം. എന്നാ ഇറങ്ങട്ടെ. നന്ദഗോപാലിനെ എന്നാ സൗകര്യം എന്ന് വെച്ചാൽ എന്നെ അറിയിച്ചാ മതി. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ, അല്ലേ? അതെ പൂച്ചേ. അയ്യോയ്യോയ്യോ. കരിമ്പൂച്ചയെ കൊന്നു തിന്നാലേ ശക്തി ഉണ്ടാവുന്ന് പറഞ്ഞിട്ടാത്രേ മാഷ് ഒരു ദിവസം
പൂച്ചയെ കറി വെച്ച് തിന്നാൻ നോക്കിയത്. അന്ന് മുതലാ സ്വാമി മാഷക്ക് പൂച്ച മാഷ് എന്ന് പേര് വീണത്. പൂച്ചമാഷയെ തിന്ന ശക്തി ഉണ്ടാവും അമ്മച്ചിയെ. മാഷ് മാഷ് വാ, വാ. മാഷ് മാഷേ എന്താ വല്യമ്മ തരാൻ പറഞ്ഞതാ. എന്താണ്? ഇടിച്ചക്ക. ഇടിച്ചക്ക് എന്താണ് ഒരു ഇളക്കം? പൂച്ച നിന്റെ കളിയൊക്കെ നിർത്തും. 10